ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ലക്കി ഡ്രോ തട്ടിപ്പിനെ പറ്റിയാണ് ഗൈസ് ഈ ഒരു വീഡിയോ. നിനക്ക് വേറെ ഒന്നും പറയാനില്ലയോടെ എന്ന് ചോദിക്കുന്നവരടുത്ത് വേറെ ഒന്നും പറയാനില്ലടേ, അതുകൊണ്ടാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഖാദർ കരിപ്പുടി ഒരു ലക്കി ഡ്രോ സ്കീമുമായിട്ട് മാർച്ച് 8 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മാത്രമല്ല ആ ഒരു വീട് പ്രൊമോട്ട് ചെയ്തത്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു വീട് വെച്ച് ആ ഒരു വ്യക്തിക്ക് ഒരു 2 കോടി രൂപ കളക്ട് ചെയ്യണം എന്നുള്ള തരത്തിൽ ഒരു മിഷനായിട്ട് അത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖാദർ കരിപ്പൊടിയാണ്. ബാക്കി എല്ലാവരും വന്ന് പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ട് പാട് നോക്കിപ്പോയി. പക്ഷെ ഖാദർ ഇപ്പോഴും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. ഈ ഒരു വീഡിയോ ആയിട്ട് വന്ന സമയത്ത് ഖാദർ പറഞ്ഞ കാര്യം മെയ് 27 ഈ ഒരു ലക്കി ഡ്രോയുടെ നറുക്കെടുപ്പ് നടത്തും എന്നാണ്. ആ വീഡിയോ ഞാനൊന്ന് വെക്കാം. അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക, 1000 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുക്കുക. കിട്ടിക്കഴിഞ്ഞാൽ 58 സമ്മാനങ്ങൾ. ഒരു അടിപൊളി വീടാണ്, 4555 സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ്. കാണാൻ നല്ല ഭംഗിയുള്ള വീടാണ്, നല്ല ആംബിയൻസ് ഉള്ള വീടാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ല അടിപൊളി കാറ്, സ്കൂട്ടർ, 58 സമ്മാനങ്ങളോടൊപ്പം സ്വർണ്ണ നാണയങ്ങള്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. ഈ വരുന്ന മെയ് 27 തന്നെ നെറുക്കെടുക്കുന്നതാണ്. ഡേറ്റ് ഓർമ്മിച്ച് വെച്ചോളൂ, കൃത്യം മെയ് 27 തന്നെ നെറുക്കെടുക്കും. കൃത്യം മെയ് 27 തന്നെ നറുക്കെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇന്ന് ജൂൺ 2 അവർക്ക് മനസ്സിലായി മെയ് 27 നറുക്കെടുപ്പ് നടക്കത്തില്ല, കാരണം ടിക്കറ്റ് വിറ്റ് പോയിട്ടില്ല. അതുകൊണ്ട് ഈ മെയ് 27 ഒരാഴ്ച മുമ്പ് ഇവർ വേറൊരു വീഡിയോ കൂടി ഇട്ടു. ആ വീഡിയോയിൽ പറയുന്നത് ജൂൺ 25 ഈ നറുക്കെടുപ്പ് മാറ്റി വെച്ചു എന്നാണ്. അതിന്റെ വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം. കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നറുക്കെടുപ്പ് ജൂൺ 25 നടക്കാൻ പോകുന്നു. ഇത് കണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ജൂൺ 25 ഇത് നടക്കാൻ പോണില്ല. ഇപ്പൊ നിലവിൽ 8000 ടിക്കറ്റാണ് പോയിട്ടുള്ളത്. നോട്ട് ദ പോയിന്റ്, 8000 ടിക്കറ്റ്, 12000 ടിക്കറ്റും കൂടി പോകണം. ടോട്ടൽ ഒരു 20000 ടിക്കറ്റെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് ഈ നറുക്കെടുപ്പ് ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ ടാർഗറ്റ് 20000 ടിക്കറ്റ് ആണ്, എന്നാലേ 2 കോടി ആകത്തുള്ളൂ. ഇപ്പൊ 8000 ടിക്കറ്റേ പോയിട്ടുള്ളൂ, 80 ലക്ഷം രൂപയെ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോ മെയ് 20 ഇട്ട വീഡിയോ ആട്ടോ. അപ്പോ മാർച്ച് 8 തൊട്ട് മെയ് 20 വരെ ഇത്രയും സമയമുണ്ട്. ആ സമയത്തിന്റെ ഇടയിൽ വെറും 8000 ടിക്കറ്റ് മാത്രമേ വിറ്റുപോയിട്ടുള്ളൂ. ബാക്കി കേൾക്കാം. 20000 ടിക്കറ്റെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് ഈ നറുക്കെടുപ്പ് ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് 20000 ടിക്കറ്റ് എങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് ഈ നറുക്കെടുപ്പ് നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു 20 ദിവസമെങ്കിലും മുമ്പോട്ട് നീട്ടിയിട്ട് നറുക്കെടുപ്പ് എടുക്കാൻ തീരുമാനിച്ചു. ചില സാങ്കേതിക കാരണങ്ങളാൽ 20 ദിവസത്തിൽ കൂടുതൽ നീട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം, അതായത് ജൂൺ 25 തന്നെ നെറുക്കെടുപ്പ് എടുക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഈ കാണുന്ന ചില സാങ്കേതിക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വിറ്റുപോയില്ല, അതാണ് സാങ്കേതിക കാരണം. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ നീട്ടി ജൂൺ 25 നറുക്കെടുക്കും എന്നാണ് ഖാദർ പറഞ്ഞിരിക്കുന്നത്. ജൂൺ 25 നറുക്കെടുക്കുവോ ഖാദറെ? എനിക്ക് ഖാദറിനോടുള്ള ചോദ്യമാണ്, നറുക്കെടുക്കൂ? നിങ്ങൾ ഇങ്ങനെ നീട്ടി എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്? വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം, ജൂൺ 25 നറുക്കെടുക്കാൻ പോകുന്നില്ല. കാരണമുണ്ട്. ഇന്ന് ജൂൺ 2 ഖാദർ ഇട്ട ആദ്യത്തെ പ്രൊമോഷൻ വീഡിയോ മാർച്ച് 8. ഇന്നലെ ഖാദറിന്റെ പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ കുറെ നെഗറ്റീവ് കുറെ ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. അന്നേരം അവർക്കെല്ലാം ഒരു മറുപടി എന്നുള്ള രീതിയിൽ പുള്ളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഏതാണ്ട് 11000 ടിക്കറ്റ് ഇതുവരെ കച്ചവടമായിട്ടുണ്ട്, എന്ന് വെച്ചാൽ വിറ്റ് പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, മാർച്ച് 8 തൊട്ട് ജൂൺ 1 വരെ എനിക്ക് തോന്നുന്നു 86 ദിവസമാണുള്ളത്, 86 ഡേയ്സ് ആണുള്ളത്. ഈ 86 ദിവസം കൊണ്ട് 11000 ടിക്കറ്റ് മാത്രമാണ് കച്ചവടമായിട്ടുള്ളത്. ജൂൺ 25 എത്താൻ വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് ഒരു 23 ദിവസം കൂടെ ഉള്ളൂ. ഈ 23 ദിവസത്തിനുള്ളിൽ 9000 ടിക്കറ്റ് കച്ചവടമാകുമോ ചോദ്യമാണ്. ഈ 86 ദിവസം കൊണ്ട് 11000 കച്ചവടമായിട്ടുള്ളെങ്കിൽ എന്താണെങ്കിൽ 23 ദിവസം കൊണ്ട് 9000 കച്ചവടമാകാൻ പോടില്ല. അല്ലെങ്കിൽ അതും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലോട്ടറി തട്ടിപ്പിനെതിരെ ഇത്രയും വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും ആളുകൾ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കേസ് ആകുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് സാധ്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, 23 ദിവസം കൊണ്ട് 9000 ടിക്കറ്റ് ഇവിടെ കളക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിസ്സംശയം പറയാൻ പറ്റും ജൂൺ 25 ഇത് നടക്കാൻ പോടില്ല. നിങ്ങൾ ഇനിയും വരും ഡേറ്റ് മാറ്റി വെച്ചു എന്നും പറഞ്ഞിട്ട്. ഖാദറെ, നിങ്ങളോടൊരു റെസ്പെക്ട് ഉള്ള വ്യക്തിയാണ്. നിങ്ങൾ സ്വയം നിങ്ങളുടെ ക്രെഡിബിലിറ്റി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാധനത്തിനകത്ത് ഇറങ്ങി തിരിച്ച്. മേ ബി നിങ്ങൾ ഇറങ്ങി തിരിച്ചതിന്റെ പേരിലായിരിക്കാം നിങ്ങൾ അതിനകത്ത് നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാത്തത്. അത് നടത്തി കൊടുത്തേ തീരൂ എന്നുള്ള ഒരു വാശി കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ഓരോ വീഡിയോ ആയിട്ട് വന്നിങ്ങനെ നീട്ടി വെച്ച് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് കൂടാതെ ഖാദർ കരിപ്പൊടി നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനെയും നമ്മുടെ കുടക് നാസർക്കയും അവരെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അതിന് സത്യം പറഞ്ഞ
നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാനുള്ള അർഹതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം നിങ്ങളും ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾ തന്നെ ഓൾറെഡി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഇല്ലീഗലാണ്, തെറ്റാണ് എന്ന്. പക്ഷെ എന്നിട്ടും അവരെ എന്തുകൊണ്ട് നിങ്ങൾ വിമർശിച്ചു എന്നുള്ളതിന്റെ ഉത്തരം കാര്യം എനിക്ക് മനസ്സിലായി. എന്തായാലും ആ വിമർശിക്കുന്ന ആ ഒരു വീഡിയോ കൂടെ ഞാൻ കാണിക്കാം. പാണ്ടിക്കാട് കുഞ്ഞനും നാസറും ഇതിലെ വിജയിയായിട്ടുള്ള സാപ്പിയും അടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡിയായി. 100% ഉഡായിപ്പാണ്. പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള 1000 രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയെ പോകാമെന്ന് പറയുന്നവരോടൊക്കെ പറയാനുള്ളത് അതിന് സമയമെടുക്കും, വർഷങ്ങളാകും, നീതി കിട്ടിയാൽ കിട്ടി. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഞാനും ഇതുപോലെയുള്ള ഒരു ലക്കി ഡ്രോ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് നല്ലതായതിന്റെ പേരിൽ നിങ്ങൾ അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്തത്. പക്ഷെ രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തന്നെ അതിന്റെ ആ കുഞ്ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുത്തതിന്റെ അതിന്റെ ഒരു എഫക്ട് നിങ്ങളുടെ ഈ ഒരു സ്കീമിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് വിറ്റ് പോവില്ല, ഇതിന്റെ ഡേറ്റ് നീണ്ടു പോകും എന്ന് കൃത്യമായി മനസ്സിലായി. ആളുകളിലേക്ക് കുറച്ചും കൂടെ ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം മേ ബി നിങ്ങൾ ഇപ്പോൾ ഇവർക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാം സൂപ്പർ കറക്റ്റ് ആണ്, അവർ ചെയ്തത് പോലല്ല എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിരിക്കാം അല്ലേ? പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് യോജിക്കില്ല എന്ന് പറയുന്നതിന് കുറെ റീസൺസ് ഉണ്ട്. കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കുടകിലെ നാസർ നടത്തിയ പരിപാടിയും ഈ പറയുന്ന ഈ ഖാദറിന്റെ ഈ ഒരു വ്യക്തി കൂടെ നിൽക്കുന്ന ആ ഒരു വ്യക്തി നടത്തുന്ന ഈ ഒരു ലക്കി ഡ്രോ സെറ്റപ്പും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ പ്രൈസസ് എടുത്ത് നോക്കുവാണെങ്കിൽ വീട്, കാറ്, സ്കൂട്ടർ, ഈ വ്യക്തിയും വീട്, കാറ്, സ്കൂട്ടർ സെയിം. കാർ അങ്ങോട്ട് വിട്ട് ജിംനി ആണ്, അവിടെ ജിംനി ആണെങ്കിൽ ഇവിടെ എക്സ്റ്റർ ആണെന്ന് തോന്നുന്നു, എക്സ്റ്റർ ആണ്. അവിടെ ബുള്ളറ്റ് ആണെങ്കിൽ ഇവിടെ എന്തോ ഹോണ്ട ഡിയോ എന്തോ ആണ്, അല്ല എൻടോർക്ക് എന്തോ ആണ്. അപ്പോ ഫോർമാറ്റ് അത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഗോൾഡ് കോയിനും അങ്ങനെ ആ ഒരു ഫോർമാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടുപേരുടെയും ടിക്കറ്റിന്റെ വില 1000 rupees ആണ്. രണ്ടുപേരുടെയും വീട് വിൽക്കാനുള്ള റീസൺ കടബാധ്യതയാണ്. ഈ രണ്ട് സംഭവം നടക്കുന്ന ലൊക്കേഷൻ കുടകാണ്. നാസർ ആണെങ്കിലും ഈ വ്യക്തിയാണെങ്കിലും ടിക്കറ്റ് വിറ്റ് പോകാതെ രണ്ടുപേരും നീട്ടി കൊണ്ടുപോയ വ്യക്തികളാണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ച് ഈ രണ്ട് കൂട്ടരും ഒരുപാട് പ്രൊമോഷൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ ഒരുപാട് സാമ്യതകളുണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു പ്രശ്നം എന്താണെന്ന് തോന്നിയത്, ഇത് കുടകിൽ വെച്ച് എന്തുകൊണ്ട് നടക്കുന്നു എന്നാണ്. ഇങ്ങനെയുള്ള മോസ്റ്റ് ഓഫ് ദ പരിപാടികളും കുടക് ഓറിയന്റഡ് ആയിട്ടാണ് നടക്കുന്നത്. അത് കേരളത്തിലാണോ? അല്ല. വീട് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലും ടിക്കറ്റ് വിൽപ്പന നടക്കുന്നത് കേരളത്തിലുമാണ്. ഇതിന്റെ നിയമസാധ്യതകളെയൊക്കെ പറ്റി നമ്മൾ ഓൾറെഡി 1 മാസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെയോ എവിടെയെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ എൻ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ ഒരു പരിപാടി ആരാണ് ഇവിടെ കൊണ്ടുവന്നത്, ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരാണ് കൊണ്ടുവന്നത് തന്നെ ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ വെടുപ്പായിട്ട് നല്ല കൃത്യമായി പറയുന്നുണ്ട്. ഒരു കരീം എന്ന് പറയുന്ന ഒരു ചങ്ങായി ഉണ്ട്, അദ്ദേഹത്തെ പറ്റിയും ആ ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ കരീമിന്റെ കുറെ കാര്യങ്ങൾ ഇപ്പൊ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പൊ പറഞ്ഞു വന്നത്, ഈ സംഭവങ്ങളെല്ലാം കുടക് കേന്ദ്രീകരിച്ച് നടത്തുന്നു, കേരളത്തിൽ ടിക്കറ്റ് വിൽക്കുന്നു. അപ്പോൾ ഇതൊരു ബിസിനസ് പോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പല ആളുകളും ബിസിനസ് നടക്കുന്നുണ്ട്. ഇന്നലെ കൂടി ഇതുപോലെ ഒരു വീട് ലക്കി ഡ്രോ വഴി ഒരു വ്യക്തിക്ക് നൽകി. ഇപ്പൊ ചിലവര് അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം, പക്ഷെ വേറെ ചിലര് ഇതൊരു ബിസിനസ് മോഡലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് മെയിൻ വ്യക്തിയാണ് കരീം കടവിൽ കൂർഗ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 1 മാസം മുമ്പിട്ട ഒരു വീഡിയോയിൽ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഈ കരീം എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ആദ്യം ഒരു വീട് ഉണ്ടായിരുന്നു. ഇയാൾ സ്വന്തം വീട് കൊടുത്തിട്ടാണ് ഇത് ഈ ഒരു സംരംഭത്തിലോട്ട് ഇറങ്ങിയത്. അത് ഏതാണ്ട് നല്ല രീതിയിൽ ഫസ്റ്റ് പരിപാടിയല്ലേ, അതായത് നല്ല രീതിയിൽ പബ്ലിസിറ്റി ആയി, നല്ല രീതിയിൽ സെയിൽസ് നടന്നു, ടിക്കറ്റിനകത്ത് സെയിൽസ് നടന്നു. പിന്നെ ഇങ്ങനെ ഇതൊരു തൊഴിലാക്കി മാറ്റിക്കൊണ്ട് പോകുന്നതാണ് പിന്നീട് കണ്ടത്. സീസൺ 1, സീസൺ 2 അങ്ങനെ പല രീതിയിൽ പലയിടത്തായിട്ട് ആർക്കെങ്കിലും എവിടെങ്കിലും ഇതുപോലെ വീട് കച്ചവടം ചെയ്യണമെങ്കിൽ ഇങ്ങേര് അവിടെ ചെന്നിട്ട് ആ വീടങ്ങ് ഏറ്റെടുത്ത് ഇങ്ങേര് തന്നെ പ്രൊമോഷൻ നടത്തി അതിനകത്ത് പൈസ കളക്ട് ചെയ്ത് ആ ഒരു സംഭവം നടത്തുകയാണ്. അല്ലെങ്കിൽ എവിടെങ്കിലും വിൽക്കാൻ നടക്കുന്ന വീടുണ്ടെങ്കിൽ ഇങ്ങേര് അവിടെ പോയിട്ട് ആ വീട് എടുത്ത് നമ്മൾ കണ്ട ഈ ഒരു വീട് ലക്കി ഡ്രോ വഴി കൊടുക്കാൻ പോവാണെന്നുള്ള രീതിയിൽ ഇങ്ങേര് നടത്തിക്കൊണ്ട് പോവാണ്. ഇതൊരു ബിസിനസ് മോഡലാക്കി മാറ്റിയേക്കാണ് ഇദ്ദേഹം. മേ ബി അങ്ങേര് കറക്റ്റ് ആയിട്ടുള്ള രീതി ആയിരിക്കും ചെയ്യുന്നത്. ഇതൊരു ലക്കി ഡ്രോ പോലെ വളരെ സുതാര്യമായിട്ട് വളരെ സത്യസന്ധമായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ പുറകിൽ ഒരുപാട് തട്ടിപ്പുകൾ വരാം. ഇപ്പൊ നമ്മൾ ഈ കുഞ്ഞാന്റെ ഒക്കെ കേസ് വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ കുറെ രീതിയിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായത്. ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ ലീഗലല്ല. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി ഒന്നും അല്ല ഇത് നടത്തുന്നത്. കുറച്ച് ഏതാനും വ്യക്തികൾ ഇത് കൂടിച്ചേർന്ന് നടത്തുന്നു എന്ന് മാത്രം. എന്താണെങ്കിലും ഈ കരീം കടവിലിനെതിരെ ഇപ്പൊ ഒരു വോയിസ് പുറത്തുകൊണ്ടുണ്ട്. ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ഒരു ചാനലിൽ ആ പുള്ളിയാണ് ഒരു വ്യക്തിയുടെ വോയിസ് പുറത്തുവിട്ടേക്കുന്നത്. ഈ വ്യക്തി, ആ വോയിസിൽ പറയുന്ന ഒരു വ്യക്തി ഇതുപോലെ ഈ വീട് ലക്കി ഡ്രോയിൽ സമ്മാനം കൊടുത്ത വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമുക്ക് കേൾക്കാം.
ടീമാ മറ്റേ ഈ ആദ്യത്തെ ഫസ്റ്റ് ചെയ്തതും കരീമിന്റെ ടീം ഇതാണ് നമ്മുടെ കരീം കടവിൽ. ഇതെല്ലാം ഇതെല്ലാം കരീമിന്റെ ടീമാണ്. എല്ലാം കരീമിന്റെ ടീമാ. ടീമിന്റെ അളിയൻ ഒരു നാസറുണ്ട്. ആ നാസർ അന്ന് നിസാർ അല്ല നിസാർ. ആ നിസാറൊക്കെ ഇതിനകത്ത് തൊട്ട് വേക്കിനകത്തുണ്ട്, വീഡിയോയിലുണ്ട്. അപ്പൊ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നറുക്കെടുപ്പിനകത്ത് ഈ നിൽക്കുന്ന ആ വ്യക്തി ഈ കടവിൽ കരീമിന്റെ അളിയനാണെന്നാണ് ഈ ന്യൂസ് ആങ്കർ ജംഷീർ ഈയിടെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞാന്റെ ആ ലക്കി ഡ്രോയുമായിട്ടും ഇദ്ദേഹത്തിന് ഈ കരീമിന് ഇൻഡയറക്ട്ലി ഒരു ബന്ധമുണ്ട്. മേ ബി ആളെ വിട്ട് ജയിപ്പിച്ചതാവാം. അപ്പോൾ അവിടെയും ഒരു ചാരിറ്റിക്കപ്പുറം ആളുകളുടെ ഇമോഷൻസ് മുതലെടുത്തുകൊണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് അവരൊരു ബിസിനസ് ആണ് അവിടെ ചെയ്യുന്നത്. പല ഇൻഫ്ലുവൻസേഴ്സും വന്നിട്ട് അവരുടെ കഷ്ടത പറഞ്ഞ് വളരെ സാഡ് ബീജിയം ഇട്ട് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പം നല്ലൊരു മെജോറിറ്റി ആൾക്കാരുടെ ഇവരുടെ ആ ഒരു ദയനീയത കണ്ടിട്ടായിരിക്കും ഈ ടിക്കറ്റ് എടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നാട്ടുകാരെ മൂഞ്ചിക്കുന്ന പരിപാടി. എന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീടിന് ഒരു മൂല്യമുണ്ട്. ആ മൂല്യത്തെക്കാൾ 10 ഇരട്ടി അല്ലെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് അധികം പൈസ ഇങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടും. അതാണ് ഈ ലക്കി ഡ്രോയുടെ മെയിൻ പരിപാടി. ഇപ്പൊ ഒരു വീടിന് 1 കോടി രൂപയാണ് വിലയെങ്കിൽ ലക്കി ഡ്രോ വഴി പല ആൾക്കാരിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ട് പിരിച്ച് അത് ചിലപ്പോൾ 5 കോടിയോ 10 കോടിയോ ആവും. എത്രയോ ഇരട്ടി കിട്ടും. അതിനെ പറ്റിയും ഈ ഒരു വോയിസിനകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് വെക്കാം. തീർച്ചയായിട്ടും ഇതിപ്പോ ഇത്രയും പൈസ കളക്ട് ചെയ്ത ആളുകൾക്ക് എന്തുകൊണ്ട് അത് ജെനുവിനായിട്ട് പൈസ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണക്ക് ഈ കരീം ചെയ്തത് 2 കോടി രൂപ എന്ന് പറഞ്ഞിട്ട് കരീം ചെയ്തത് 70 പിന്നെ എന്റെ തന്നെ 70,000 പുറത്തുള്ള ടിക്കറ്റ് എന്റെ ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. അയാളെ 70,000 പുറത്ത് നമ്പർ വരുന്ന, അതായത് 7 കോടിക്ക് പുറത്ത് അയാള് പിന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തിനാ നിങ്ങൾ എടുത്തത്? നമ്മൾ ഇതിനകത്ത് ടോക്കൺ എടുത്തായിരുന്നു. ഈ കടവിൽ കരീം 2 കോടി രൂപയുടെ വീടെന്തോ ആണ് വിറ്റത്. അന്നേരം ഇദ്ദേഹം പറയുന്നത് 70,000 ടോക്കൺ നമ്പർ അങ്ങാണ്ടായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയത്. അന്നേരം 70,000 ടോക്കൺ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് 70,000 ടോക്കൺസ് അടിക്കുമ്പോഴാണല്ലോ 70,000 ടോക്കൺ നമ്പർ വരുന്നത് അല്ലെ. അപ്പോ അത്രയും ടിക്കറ്റ് വിട്ടിട്ടുണ്ട്. അന്നേരം 2 കോടി രൂപയുടെ വീട് 7 കോടി രൂപയ്ക്ക് വിറ്റു, അല്ലെങ്കിൽ ഈ ലക്കി ഡ്രോ വഴി കച്ചവടം നടത്തിയെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇത്ര കോടി രൂപയുടെ ലാഭമാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത്. വർഷത്തിൽ ഒരെണ്ണം ഇതുപോലെ നടത്തിയാൽ മതി. എന്നാലോചിച്ചു, ചുമ്മാതാണോ കരീം സീസൺ 1 സീസൺ 2 എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്? നല്ല പൈസ ഉണ്ടാക്കാം, നല്ല പൈസ ഉണ്ടാക്കാം. ഇനി നമ്മുടെ നാസിർക്കയിലോട്ട് വരാം. കുടക് നാസിർക്ക ചെയ്ത പരിപാടി ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മുടെ സാപ്പി, നമ്മുടെ ലോട്ട് നാസിർക്കയുടെ വീട് അടിച്ച സാപ്പി ഒരു കാര്യം പറയുന്നുണ്ട്. സാപ്പിയുടെ ഒരു ലേറ്റസ്റ്റ് വീഡിയോയിൽ ഒരു ക്ലിപ്പ് കൂടെ ഞാൻ പ്ലേ ചെയ്തിട്ട് കുറച്ച് കാര്യം കൂടെ പറയാം. എന്തുകൊണ്ട് നാസിർക്ക ഇത് ചെയ്യാൻ മുതിർന്നു എന്ന്. ഞങ്ങൾ ആ വീട് എന്തായാലും നമ്മൾ പുള്ളിക്കാരൻ തിരിച്ചു കൊടുക്കില്ല, കൺഫേം ആണ് തിരിച്ചു കൊടുക്കില്ല. കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ പല ആൾക്കാരും വരുന്ന 1 കോടി 2 കോടി 3 കോടിയുടെ വീടൊക്കെ ഉണ്ടെന്നല്ലേ. നിങ്ങൾക്ക് അവിടെ പോയി പരിശോധിച്ചാൽ അറിയാം, മാക്സിമം പോയി 30 ലക്ഷം റുപ്യ 40 ലക്ഷം റുപ്യ മാക്സിമം ആ വീടിന് കിട്ടുള്ളൂ. അത്രയ്ക്കുള്ള ഒരു വീടേ ഉള്ളൂ. 15 വർഷം 20 വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്ന വീട് കണ്ടിട്ട് അത്രയുള്ള വീട്. പിന്നെ സാപ്പി പറയുന്നത് ഈ പറയുന്ന നാസറിന്റെ വീടിന് 30-40 ലക്ഷം രൂപ 10-15 കൊല്ലം പഴക്കമുള്ള വീടാണ്, അത്രയൊക്കെ കിട്ടത്തുള്ളൂ, ഒരുപാടൊന്നും കിട്ടത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ജിംനിയാണ് സെക്കൻഡ് പ്രൈസ് കൊടുത്തേക്കുന്നത്. അതിന്റെ കേരളത്തിൽ ഓൺറോഡ് പ്രൈസ് 15,80,000 തൊട്ട് 18 ലക്ഷം വരെയാണ്. അതിന്റെ ഇടയ്ക്ക് അതിന്റെ വേരിയന്റ് അനുസരിച്ച് മാറി വരും. അപ്പോൾ ഈ 30 ലക്ഷം പിന്നെ ഈ ജിംനിയുടെ വിലയും പിന്നെ ഈ ബുള്ളറ്റിന്റെ വിലയും പിന്നെ ഗോൾഡിന്റെ എല്ലാവരും കൂട്ടിയാൽ പോലും ഇയാൾ വിറ്റ ടിക്കറ്റിന്റെ എമൗണ്ടിനേക്കാളും താഴെ വരത്തുള്ളൂ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, 8,379 ടിക്കറ്റ് വിറ്റെന്നാണ് പറയുന്നത്. 1000 വെച്ച് നോക്കുമ്പോൾ തന്നെ 83,73,79,000 രൂപയായി. അപ്പൊ ഈ വീടിന്റെ മൂല്യവും ഈ വണ്ടിയുടെയും സ്കൂട്ടറിന്റെ എല്ലാത്തിന്റെയും മൂല്യം നോക്കിയാൽ പോലും 83 ലക്ഷത്തിൽ താഴെ ഉള്ളൂ. എന്നിട്ടും ഈ നാസർ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ടാർഗറ്റ് 15,000 ടിക്കറ്റ് ആയിരുന്നു. 15,000 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപ. ഈ 1.5 കോടി രൂപയ്ക്കാണ് ഇവർ ഇത്രയും സാധനങ്ങൾ, ഒരു 60 ലക്ഷം രൂപ അല്ലെങ്കിൽ 70 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിൽക്കാൻ തരുന്നത്. അന്നേരം 2 ഇരട്ടി ലാഭം. മനസ്സിലായോ? ഇതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ഫ്രോഡ്. ആളുകൾക്ക് ലക്കി ഡ്രോ എന്ന് പറഞ്ഞ് മൂല്യം കുറഞ്ഞ ഒരു സാധനം കൊടുത്തിട്ട് അവര് ലാഭം ഉണ്ടാക്കും, ഭീമമായ ലാഭം ഉണ്ടാക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈ ഒരു ഭീമമായ ലാഭം കിട്ടിയില്ല, പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇവർ ഈ നറുക്കെടുപ്പിനകത്ത്, ഈ കുഞ്ഞാനെ വെച്ച് ഈ നറുക്കെടുപ്പിനകത്ത് ഉഡായിപ്പത്തരം കാണിച്ചത്. പിടികിട്ടിയോ? ഇവർ 1.5 കോടി പ്രതീക്ഷിച്ച സാധനത്തിന് 83 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത്. എന്നിട്ടും അത് ലാഭമാണ്, ലാഭം അല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഇത് വന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്ത്, വീട് മോന് കൊടുക്കാം, കാർ അളിയന് കൊടുക്കാം, സ്കൂട്ടർ അവിടെ വന്ന് നിന്നവന് കൊടുക്കാം. മാധവൻ കട്ട ഒന്നും ചേക്ക് വിട്ട് പോയില്ലെന്ന് പറയുന്നതിന്റെ വിട്ട് നാസിർക്കയുടെ ലക്കി ഡ്രോ ഒന്നും പുള്ളിയുടെ കോണ്ടാക്ട് വിട്ട് പോയിട്ടില്ല, പുള്ളിയുടെ വീട് വിട്ട് പോയിട്ടില്ല. എല്ലാം അവിടെ തന്നെ ഉണ്ട്. എല്ലാം ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമാണ് അടിച്ചിരിക്കുന്നത്. അപ്പം വീടും പോയില്ല, 19 ലക്ഷം രൂപ വെറുതെ കിട്ടുകയും ചെയ്തു.
ഇതാണ് ഇതിനകത്തെ കളി. ആളുകളെ സഹായിക്കാം, നല്ലത് തന്നെ. പക്ഷെ ഇപ്പോ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഈ ചാരിറ്റിയുടെ പേര് പറഞ്ഞാണ്. ആളുകളുടെ ഇമോഷൻസിനെ മുതലെടുത്തിട്ടാണ്. അത് മനസ്സിലാക്കിയിട്ട് സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്ത് ഇവനെയൊക്കെ സഹായിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അർഹതപ്പെട്ടവരെ സഹായിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് വെച്ചിട്ട് മുതലെടുക്കാൻ വരുന്നവന്മാരെ തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും കൂടെ ഉണ്ടാവണം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ.